കലാഭവൻ മണിയുടെ കുടുംബത്തിലേറെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കലാഭവൻ മണിയുടെ കുടുംബം വളരെയധികം ആഘോഷമാക്കി എടുക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത. കലാഭവൻ മണിയുടെ ഒരേ ഒരു സഹോദരൻ RLV രാമകൃഷ്ണനാണ് ഇപ്പോൾ ഈ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നത്. പ്രതിസന്ധികളെ മുന്നോട്ട് നയിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച ചേട്ടന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറായി മാറിയിരിക്കുകയാണ്. കലാമണ്ഡലത്തിൽ ഭരതനാട്യ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇപ്പോൾ RLV രാമകൃഷ്ണൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മുന്നോട്ടുള്ള വഴിക്കാണ് എന്ന് സഹോദരൻ തന്നെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണെന്ന് RLV രാമകൃഷ്ണൻ പറയുന്നു. കലാമണ്ഡലത്തിൽ തന്നെ ചുമതലയേറ്റതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും രാമകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരിടമാണ്. ഇവിടെ എനിക്ക് പ്രൊഫസറാവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. എല്ലാം മുകളിൽ നിന്ന് അനുഗ്രഹിക്കാൻ എൻ്റെ ചേട്ടൻ എന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമല്ലോ. പ്രതിസന്ധികൾ മുന്നോട്ട് വഴിയാക്കാമെന്നുള്ളതാണ് മണിച്ചേട്ടൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് അനുജൻ പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നാം മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ശക്തിയും ആർജവും ഉണ്ടാവും. പ്രതിസന്ധികളെ മുന്നോട്ട് ചവിട്ടുപടിയായിട്ടാണ് കാണുന്നതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. SC വിഭാഗത്തിലാണ് താൻ ഇപ്പോൾ നിയമനം കിട്ടിയിരിക്കുന്നത്. തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. മോഹിനിയാട്ടത്തിലുണ്ടെന്ന് തന്നെ എല്ലാവർക്കും പേരെടുത്ത് അറിയാം. 2022-24 കാലയളവിലാണ് ഞാൻ MA ഭരതനാട്യവും പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് കലാമണ്ഡലത്തിലേക്ക് ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. കലാമണ്ഡലത്തിന്റെ ആരംഭ സമയത്ത് ചെന്നൈയിൽ നിന്നുള്ള ARR ഭാസ്കർ, രാജരത്നം മാസ്റ്റർ എന്നിവരായിരുന്നു നൃത്യാധ്യാപകരായി ഉണ്ടായിരുന്നത്. അവർക്കു ശേഷം തന്നെ നൃത്ത വിഭാഗത്തിൽ അധ്യാപകനായി ജോലി ലഭിക്കുക എന്നുള്ളത് സൗഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നതെന്നാണ് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചത്. എല്ലാ ഈശ്വര നിശ്ചയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ, ഗുരുക്കന്മാർ തുടങ്ങി എന്നോടൊപ്പം നിന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകനാണ് RLV രാമകൃഷ്ണൻ. വ്യാഴാഴ്ച ജോലിയിൽ അദ്ദേഹം പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ സന്തോഷ വാർത്തയോടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നന്ദി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം നന്ദി പറയുകയും ഓർക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരനെ. എത്രമാത്രം ഓർത്താലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ പ്രത്യേക ദിവസം മാത്രമേ അദ്ദേഹത്തിനെ ഓർക്കാവൂ എന്നൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് RLV രാമകൃഷ്ണൻ തന്നെ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ RLVക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിതെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം സ്നേഹവും തോന്നുന്നത്. ആ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ ഒരു ആഘോഷം തന്നെയായി പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.